എന്തുകൊണ്ടാണ് ജ്ഞാനികൾ ജലത്തെ വിശുദ്ധമായി കണ്ടത്? ദ മിസ്റ്ററി ഓഫ് സേക്രഡ് വാട്ടർ. ലോകത്തിലെ എല്ലാ പുരാതന സംസ്കാരങ്ങളിലും ജലത്തിന് ഒരു വിശുദ്ധ സ്ഥാനമുണ്ടായിരുന്നു. നദികൾ, തടാകങ്ങൾ, വിശുദ്ധമായ കുളങ്ങൾ തുടങ്ങി. എന്തുകൊണ്ട്? ജലം ജീവൻ നൽകുന്നതിനാൽ മാത്രമാണോ? അല്ല. പുരാതന ജ്ഞാനികൾക്ക് ജലം ബോധത്തിൻ്റെ പ്രതീകമായിരുന്നു. ജലം എപ്പോഴും താഴ്ന്നിടത്തേക്കാണ് ഒഴുകുന്നത്. അതുപോലെ യഥാർത്ഥ ജ്ഞാനം എപ്പോഴും വിനയമുള്ള ഹൃദയത്തിലേക്കാണ് ഒഴുകുന്നത്. ജലം എല്ലാ പാത്രത്തിൻ്റെയും രൂപം സ്വീകരിക്കുന്നു, പക്ഷേ അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുന്നില്ല. മനുഷ്യനും അങ്ങനെ ജീവിക്കാൻ പഠിക്കണം. ഒരിക്കൽ ഒരു ചെറിയ മീൻ വയസ്സായ ആമയോട് ചോദിച്ചു, സമുദ്രം എവിടെയാണ്? ആമ പുഞ്ചിരിച്ചു. നീ ഇപ്പോൾ അതിനുള്ളിലാണ്. മീൻ ചുറ്റും നോക്കി. എനിക്ക് വെള്ളം മാത്രം കാണുന്നു. ആമ പറഞ്ഞു, ജീവിതത്തിൽ ഏറ്റവും അടുത്തുള്ള സത്യമാണ് പലപ്പോഴും കാണാതെ പോകുന്നത്. മീൻ ആദ്യമായി നിശബ്ദമായി നീന്തി. അപ്പോൾ അത് മനസ്സിലാക്കി, വെള്ളം അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നില്ല, അത് വെള്ളത്തിനുള്ളിലായിരുന്നു. ഇതിലെ ആത്മീയ രഹസ്യമെന്താണ്? മനുഷ്യൻ പലപ്പോഴും സത്യത്തെ ദൂരെയാണെന്ന് കരുതുന്നു. പക്ഷേ പുരാതന ജ്ഞാനികൾ പറയുന്നു, സത്യം എപ്പോഴും നമ്മെ ചുറ്റിയുണ്ട്. മാറേണ്ടത് ലോകമല്ല, നമ്മുടെ ബോധമാണ്. ഇതിലെ ജീവിത പാഠമെന്താണ്? ജലത്തെപ്പോലെ ജീവിക്കൂ, വിനയമുള്ളവനായിരിക്കൂ, ശുദ്ധനായിരിക്കൂ, എവിടെയായാലും ജീവൻ പകരുന്നവനായിരിക്കൂ. അപ്പോൾ ജീവിതം നിങ്ങളിലൂടെ സ്വാഭാവികമായി ഒഴുകാൻ തുടങ്ങുന്നു. ഒരു ചെറിയ അഭ്യാസം പറയാം. ഇന്ന് ഒരു ഗ്ലാസ് ശുദ്ധജലം കയ്യിലെടുക്കൂ. ഒരു നിമിഷം അതിനെ ശ്രദ്ധിക്കൂ. പിന്നീട് പതുക്കെ കുടിക്കൂ. മനസ്സിൽ പറയൂ, എൻ്റെ മനസ്സും ഈ ജലത്തെ പോലെ നിർമ്മലവും ശാന്തവുമാകട്ടെ. ജലം ശക്തി പ്രദർശിപ്പിക്കില്ല, എന്നാൽ അത് പാറകളെയും രൂപപ്പെടുത്തും. ജലം ശക്തി പ്രദർശിപ്പിക്കുന്നില്ല, എന്നാൽ അത് പാറകളെയും രൂപപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ജ്ഞാനികൾ ജലത്തെ വിശുദ്ധമായി കണ്ടത്? എന്തുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ പുരാതന ആത്മീയ പാരമ്പര്യങ്ങളിലും ജലത്തെ വിശുദ്ധമായി കണക്കാക്കിയത്? ജലം വെറും ജീവൻ്റെ ഉറവിടമല്ല. വിനയം, നിർമ്മലത, ബോധത്തിൻ്റെ ഒഴുക്ക് എന്നിവയുടെ പ്രതീകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ രഞ്ജിത്ത്, a student of Mahatma Chowakokshi and Ma Charlotte, on behalf of Helena Petrovna Blavsky. Thank you. Namaste.